ലൈഫിൽ ഞാൻ ഇതുവരെ എന്ത് നേടി എന്നൊക്കെ ഇടയ്ക്ക് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ ചിന്ത അവസാനിക്കുന്നത് മിക്കപ്പോഴും ഞാൻ ഒന്നുമായില്ല, എവിടെയും എത്തിയില്ല, എൻ്റെ ജീവിതം വലിയ പരാജയമാണ് എന്ന കണ്ടെത്തലിൽ തന്നെയാവും. നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ സെയിം ഏജ് ആയിട്ടുള്ളവരെ കാണുമ്പോൾ ചിലപ്പോൾ ഈ തോന്നൽ ശരിയാണ് എന്ന് തോന്നിയേക്കാം. നമ്മളെക്കാൾ ബെറ്റർ ലൈഫാണ് അവരുടേത്, ലൈഫിൽ അവർ പലതും നേടിയിട്ടുണ്ട് എന്ന തിരിച്ചറിവ് ചിലപ്പോൾ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചേക്കാം. പിന്നെ പുട്ടിനെ തേങ്ങയിടുന്നത് പോലെയുള്ള നമ്മുടെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഉപദേശവും കളിയാക്കലും കൂടിയാവുമ്പോൾ ഒരു മനുഷ്യന് അവൻ്റെ ഇല്ലായ്മകളെക്കുറിച്ച് മാത്രമേ ഓർക്കാൻ കഴിയൂ. നീ അവനെ അല്ലെങ്കിൽ അവളെ കണ്ടുപഠിക്കുക. നിന്നേക്കാൾ ചെറുതല്ലേ, ജോലി വാങ്ങിയില്ലേ, സമ്പാദിക്കുന്നില്ലേ, അവർക്കൊക്കെ എന്തെങ്കിലും കഴിവുണ്ട്, നിനക്കോ ഈ വീട്ടിൽ നിന്നെക്കൊണ്ട് വല്ല ഉപകാരമുണ്ടോ? ഇത്തരം വാക്കുകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നേരിടാത്തവർ ചുരുക്കമായിരിക്കും. ശരിയാണ്, ചിലപ്പോൾ നമ്മുടെ സെയിം ഏജിലുള്ളവർ അല്ലെങ്കിൽ നമ്മളെക്കാൾ ചെറിയവർ പോലും ലൈഫിൽ പല അച്ചീവ്മെൻറ്റ്സും നേടി കാണും. എന്ന് വെച്ച് നമുക്കൊരിക്കലും അത് സാധിക്കില്ല എന്നല്ല. അവരുടെയും നമ്മുടെയും ലൈഫ് ഡിഫറെൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ കടന്നു വന്ന വഴികളും നമുക്കുണ്ടായ ലൈഫ് എക്സ്പീരിയൻസും ഡിഫറെൻ്റ് ആണ്. ലൈഫിലെല്ലാവർക്കും എല്ലാം ഒരുപോലെ ലഭിക്കണമെന്നില്ല. ചെറുപ്പം മുതൽ വളർന്ന ചുറ്റുപാടിൽ നിന്ന് തന്നെ മനസ്സിൽ കയറി കൂടിയ അപകർഷതാബോധവും പലപ്പോഴും മനസ്സിനേറ്റ മുറിവുകളും മാറി വരാൻ തന്നെ നമുക്ക് നമ്മുടേതായ ടൈം എടുക്കും. സ്വയം കണ്ടെത്താൻ പഠിച്ച പലതും മാറ്റി പഠിക്കാൻ, ഇഷ്ടങ്ങളെ കണ്ടെത്താൻ, അങ്ങനെ ഇതിനൊക്കെ ചിലപ്പോൾ ഒരുപാട് ടൈം വേണ്ടി വന്നേക്കാം. ലൈഫ് എന്ന ഗ്രാഫിൽ അപ്സും ഡൗൺസും കേവ്സും ഒക്കെ കാണും. നമ്മൾ സ്വയം കണ്ടെത്താനോ മനസ്സിലാക്കാനോ എടുക്കുന്ന ടൈമിൽ തന്നെ ഒരുപക്ഷെ മറ്റുള്ളവരുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടായേക്കാം. അത് ഓരോ പേഴ്സണും അവർ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് വന്ന ഓരോ കാര്യങ്ങളെയും ബേസ് ചെയ്തിരിക്കും. സോ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ബാക്കിലായിരിക്കും. പക്ഷേ സത്യത്തിൽ നമ്മൾ ഇപ്പോൾ അതിൽ നിന്നൊക്കെ സർവൈവ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഫേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന വേദനകളും ഇല്ലാതെയാവും. ഇന്ന് കരഞ്ഞു തീർക്കുന്ന കാര്യങ്ങൾ ഓർത്ത് പിന്നീട് ഒരിക്കൽ ഓർത്തു നോക്കുമ്പോൾ ഒന്നുമല്ല എന്ന് ഓർത്ത് ചിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ലൈഫ് ഒരു ദിവസം മാറും. ടിൽ ദെൻ എന്ത് വന്നാലും ധൈര്യത്തോടെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോവുക. പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ ഒക്കെ ഇത്രയും ദൂരം കടന്നു വന്ന വഴികളെക്കുറിച്ച് ഓർക്കുക. കടന്നു വന്ന ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എത്രയോ മുൻപിലാണ്. നോട്ട് എവ്രി വൺസ് പാത്ത് ഈസ് സെയിം, ബട്ട് ജേർണി ഈസ് ഡിഫറെൻറ്റ്.